നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സവിശേഷതകൾ, അവരുടെ കരുത്ത്, ശക്തി ഇത്യാദികളെല്ലാം ആസ്പദമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ വേർതിരിക്കുന്നത്, തരംതിരിക്കുന്നത്. അത് ശാരീരികമായ ശക്തിയുണ്ട്, സൈനിക ബലത്തിന്റെ പ്രത്യേകതകളുണ്ട്, മാനസികമായ ശക്തിയുണ്ട്, യുദ്ധതന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് മിനയാൻ അതിനുള്ളതായ മാനസിക ശക്തിയുടെ, ബൗദ്ധിക ശക്തിയുടെ പ്രത്യേകതകൾ ഇതിൽ പരിഗണിക്കപ്പെടും എന്ന് മാത്രമല്ല, സ്വഭാവവിശേഷങ്ങൾ പരിഗണിക്കപ്പെടും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രമുഖരായിട്ടുള്ള യോദ്ധാക്കളെ രഥികളായോ അതിരഥികളായോ മഹാരഥികളായോ രഥയൂഥവന്മാരായോ ഒക്കെ തിരിക്കുക. യൂഥവന്മാരും ഉണ്ട്. അഭിമന്യു അങ്ങനെയുള്ളയാളാണ്, യൂഥവനാണ് അഭിമന്യു എന്ന് ഭീഷ്മൻ പറയുന്നത് നമ്മൾ കേൾക്കും ഈ സന്ദർഭത്തില്. അങ്ങനെ കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും ആ യോദ്ധാക്കളുടെ സവിശേഷതകൾ, അവർ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഇത്യാദികളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദ്രോണന്റെയും കർണന്റെയും ശകുനിയുടെയും മറ്റെല്ലാ പ്രമുഖരായിട്ടുള്ള കൗരവ വീരന്മാരുടെയും മുന്നിൽ വെച്ച് ഭീഷ്മൻ ദുര്യോധനൻ ചോദിച്ചതുകൊണ്ട് വിശദമായി പറഞ്ഞു കേൾപ്പിക്കാം. അതാണ് ഈ സന്ദർഭത്തിൽ അതൊരു ഉപപർവമാണ്. രഥ അതിരഥ സംഖ്യാനം എന്നുള്ളതായ ഉപപർവം. ആ ഉപപർവത്തിനകത്ത് വളരെ വിശദമായിട്ട് ആദ്യം കൗരവപക്ഷത്തെ രഥികളുടെയും അതിരഥികളുടെയും ഒക്കെ പ്രത്യേകതകൾ ആരൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കും. രഥികളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട അനേകം പേരുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിലെ കർണൻ വരുന്നില്ല. അതിൽ കൂടിയതാണ് അതിരഥികൾ. രഥികളെക്കാളും വളരെയേറെ കേമന്മാർ. ആ അതിരഥികളുടെ പേരുകൾ പരിചയപ്പെടുത്തുമ്പോൾ അതിലും കർണന്റെ പേര് വരുന്നില്ല. കൗരവപക്ഷത്തുള്ള ആളുകളുടെ കണക്കുകളാണ് ആദ്യമേ പറയുന്നത്. അതിരഥികളെയും രഥികളെയും എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഭീഷ്മൻ കർണന്റെ കാര്യം പറയുന്നിടത്താണ് ഈ അതിമാനിത എന്നുള്ള ആ ആസുരീ സമ്പത്തിനെ തിരിച്ചറിയാനുള്ള അവസരം ഒരുങ്ങുന്നത്. ഇനി കർണനാരാ? കർണന്റെ പേര് ഇതിലെങ്ങും പറഞ്ഞില്ല. ഇതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും യുദ്ധത്തിൽ ചെയ്യേണ്ടതായ അധികാരങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ നിർണയിച്ചിട്ട് അവരെ വിന്യസിക്കുക. ഓരോരുത്തരെ കൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതെല്ലാം ഇതിനകത്ത് വരുന്നു. കർണന്റെ പേരെങ്ങും പറഞ്ഞില്ല. അത് പറയേണ്ടതുണ്ട്. കാരണം കൗരവപക്ഷത്തെ വളരെ പ്രമുഖനാണ് കർണൻ. ദുര്യോധനൻ ഏറ്റവും വിശ്വസിക്കുന്ന യോദ്ധാവാണ് കർണൻ. തന്നെ ഭീഷ്മപിതാമഹൻ ഏത് വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു എന്നറിയാൻ കർണന് വളരെയേറെ ഔത്സുക്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സർഗത്തിൽ 168 അധ്യായത്തിൽ, ഈ ഉദ്യോഗപർവത്തിലെ 168 അധ്യായം, അവിടെ കർണൻ ആരാണ്, ഇതിൽ ഏതിൽ വിഭാഗത്തിൽപ്പെടും എന്ന് പറയാം. സഖാതേ ദയിതോ നിത്യം യേഷ രണകർക്കശഃ ഉത്സാഹയതി രാജൻ സ്വാം വിഗ്രഹേ പാണ്ഡവൈ സഹ
പരുഷ കഥനോ നീച കർണോ വൈകർത്തനസ്തവ മന്ത്രി നേതാ ച ബന്ധുശ്ച മാനീ ചാത്യന്തമുജ്ജൃത. ആ കർണൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് വ്യക്തമായി പറയാണ്. ആ കർണൻ രഥിയുമല്ല, അതിരഥിയുമല്ല. അതിരഥി വളരെ ഉയർന്ന തലമാണ്. അതുമല്ല. പിന്നെയോ അർദ്ധരഥി മാത്രമാണ് എന്ന് ഭീഷ്മൻ പറയാൻ തുടങ്ങാണ്. രഥികളെക്കാളും താഴെ അർദ്ധരഥി. രഥികളുടെ നേര് പകുതി സാമർഥ്യമേ കർണനുള്ളൂ എന്ന് അർത്ഥം. അതിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കർണൻ എന്തുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു, ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മന്റെ തുടക്കം. കർണന്റെ മാനസികമായ സവിശേഷതകൾ, ബൗദ്ധികമായിരിക്കുന്ന സവിശേഷതകൾ, കർണന്റെ വാസനാ സമ്പത്ത്, അതേപോലെ തന്നെ കർണൻ നേടിവെച്ചിരിക്കുന്ന വിദ്യാഭ്യാസാദികൾ, കർണൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ ഇത്യാദികളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് ആദ്യമേ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. സഖാതേ ദയിതോ നിത്യം യയേഷരണകർക്കശ. അല്ലയോ ദുര്യോധന മഹാരാജാവേ, നിനക്ക് ദയിതനായിരിക്കുന്ന, ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്ന നിന്റെ കൂട്ടുകാരൻ, അതിനകത്ത് ദുര്യോധനന് നല്ലൊരു താക്കീതുണ്ട്. നീ നിന്റെ കൂട്ടുകാരായിട്ട് സങ്കല്പിച്ച് ഏറ്റവും വിശ്വസ്തരായി, ഏറ്റവും സ്നേഹം ചൊരിഞ്ഞ്, വാരിക്കോരി ചൊരിഞ്ഞ് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിനക്ക് വിപരീതം ഫലത്തിൽ ആചരിക്കുന്ന വ്യക്തിയെയാണ്. അതാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സഖാ. കൂട്ടുകാർ പലരുണ്ടാകാം, പക്ഷെ ഇത്രത്തോളം സ്ഥാനം ദുര്യോധനൻ ആർക്കും കൊടുത്തിട്ടില്ല. ഈ കൂട്ടുകാരിൽ മാത്രമല്ല, തന്റെ ഗുരുവിൽ പോലും ഈ രീതിയിലുള്ള വിശ്വാസം ദുര്യോധനൻ അർപ്പിച്ചിട്ടില്ല. ഇതെല്ലാവർക്കും അറിയാം. പിതാമഹനിൽ പോലുമില്ല. ആ പിതാമഹൻ കൊടുത്ത അനുഗ്രഹമാണ് ഈ ഹസ്തിനാപുരം എന്നുള്ളതായ ആ സാമ്രാജ്യത്തിന്റെ കേന്ദ്രബിന്ദു. അതുപോലും ഓർക്കാതെ ഭീഷ്മനെ പോലും തന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് ഭീഷ്മന് നന്നായി അറിയാമെന്ന് വ്യംഗ്യാത്മകമായിട്ട് ഭീഷ്മൻ ദുര്യോധനെ കേൾപ്പിക്കുകയാണ്. സഖാതേ ദയിത, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ കൂട്ടുകാരൻ കർണൻ, അവനാണെങ്കിലോ രണകർക്കശ, യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവൻ അങ്ങേയറ്റം ക്രൂരനാണ്. ഏതൊരു യുദ്ധത്തിനും ധർമ്മത്തിൻ്റെതായ ഒരു അടിത്തറയുണ്ട്. അത് അന്നും ഇന്നും ഉണ്ട്. ഇന്നും ചില കാര്യങ്ങൾ യുദ്ധത്തിൽ ചെയ്യാൻ പാടില്ല. നിരായുധരെ ആക്രമിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സാധാരണ ജനങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ജീവിക്കുന്ന സൈനികരല്ലാതായിട്ടുള്ള സാധാരണക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല. ആസ്പത്രികളിൽ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാർമ്മികമായ നിയമങ്ങൾ ഇന്നും യുദ്ധത്തിലുണ്ട്. ജനീവ കൺവെൻഷനകത്ത് ഇതെല്ലാം വരുന്നു. പണ്ട് ഇതിനേക്കാളേറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു ധർമ്മത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട്. അതൊന്നും മാനിക്കുന്നവനല്ല ഈ കർണൻ. യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കണം, അത്രയേ ഉള്ളൂ. ജയിക്കാൻ എന്ത് ചെയ്യണം അത് ചെയ്യും. അത് ഏത് തന്നെയായാലും, അത് ന്യായമാണോ അന്യായമാണോ അതൊന്നും ഓർക്കില്ല, അതൊന്നും ചിന്തിക്കില്ല. എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ക്രൂരമായി പെരുമാറുകയും ചെയ്യും. ആയുധം നഷ്ടപ്പെട്ടവരോട്, നിരായുധന്മാരോട്, മുറിവേറ്റ് വീണവരോട് ഒക്കെ അവരെ ആക്രമിക്കാതെ ദയ കാണിക്കണം. അതില്ല. കാരണം ആ അവസരത്തിൽ അവരെ സംഹരിച്ചിരിക്കും. അതാണ് രണകർക്കശ. യുദ്ധത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ക്രൂരനാണ് അവൻ. ഉത്സാഹയതി രാജൻ ത്വാം, അല്ലയോ രാജാവേ, അവൻ എന്നും അങ്ങയെ ഉത്സാഹിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? വിഗ്രഹേ പാണ്ഡവൈ സഹ, പാണ്ഡവന്മാരോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നു.
അവർ രണ്ടുപേരും ചങ്ങാതികളായത് അഭ്യാസക്കാഴ്ചയുടെ സന്ദർഭത്തിലാണ്. ആദ്യമായി കണ്ടതും അപ്പോഴാണ്. അന്ന് തൊട്ട് ഇന്നോളമുള്ള കർണന്റെയും ദുര്യോധന്റെയും ചങ്ങാത്തം മുഴുവൻ നടക്കുന്നത് ഭീഷ്മന്റെ കൺമുന്നിലാണ്. ഓരോ ദിവസവും പാണ്ഡവന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ട് പാണ്ഡവന്മാരെ സംഹരിക്കാനും അതേപോലെ തന്നെ അവരെ അവമതിക്കാനും നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നു കർണൻ ദുര്യോധനനെ. കർണന് പാണ്ഡവന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പാടില്ല. കാരണം കർണൻ രാജാവല്ല, ഹസ്തിനാപുരത്തെ രാജാവല്ല. അംഗരാജപദം പോലും ഹസ്തിനാപുരത്തിലെ രാജകുമാരനായ ദുര്യോധനൻ കനിഞ്ഞു കൊടുത്ത ഒരു സാമന്ത പദവിയാണ്. അപ്പോഴും അയാൾ രാജകുലീനനല്ല. അതുകൊണ്ട് പാണ്ഡവന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പറ്റൂല, അതിനുള്ള അധികാരമില്ല. ദുര്യോധനൻ അതിനുള്ള അധികാരമുണ്ട്. ആ കുടുംബത്തിലുള്ളയാളാണ്, രാജാവകാശം ഉള്ള കുടുംബത്തിലെ ആൾ. പ്രായം കൊണ്ട് യുധിഷ്ഠിരനേക്കാളും അല്പം കുറവ് ഭീമനും ദുര്യോധനനും തുല്യ പ്രായക്കാർ. ദുര്യോധനന് അധാർമികത ഹൃദയത്തിലുണ്ടെങ്കിൽ പാണ്ഡവരോട് മത്സരിക്കാം. ആ ദുര്യോധനെ പ്രേരിപ്പിക്കുന്നു. അയാൾക്ക് സ്വാഭാവികമായും പാണ്ഡവരോട് വിരോധമുണ്ട്, മത്സരമുണ്ട്. തനിക്ക് കിരീടം കിട്ടില്ല എന്നുള്ള ആ ഒരു ദുഃഖത്താൽ ആണ് പാണ്ഡവരോട് യുധിഷ്ഠിരനോട് മത്സരം. അതിനെ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നുള്ള സമ്പ്രദായത്തില് ഓരോ അവസരവും വിട്ടുകളയാതെ കർണൻ നിരന്തരം ഉത്തേജിപ്പിക്കുന്നു. അതാണ് ദിവസവും പാണ്ഡവന്മാരോട് പിണങ്ങാനും യുദ്ധം ചെയ്യാനും ഉത്സാഹയതി രാജൻ ത്വാം, അല്ലയോ രാജാവേ, നിന്നെ ദിവസവും അവൻ ഉത്സാഹിപ്പിക്കുന്നു. ഇതെല്ലാം നിരന്തരം ഭീഷ്മൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം കർണന്റെയും ദുര്യോധനന്റെയും പ്രവൃത്തികൾ അതിരുകടക്കാൻ തുടങ്ങുമ്പോൾ ഭീഷ്മൻ കർണനെ കണക്കിന് വഴക്കു പറയാറുമുണ്ട്. കർണനെ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായ യുദ്ധത്തിന് കർണന്റെ വാക്കുകളും പ്രവൃത്തികളും പ്രേരണകളും കാരണമായി തീരും. അതുകൊണ്ട് അനേക തവണ നിരന്തരം ഭീഷ്മൻ കർണനെ ശാസിച്ചിട്ടുണ്ട്, ദുര്യോധനനെയും ശാസിച്ചിട്ടുണ്ട്. കർണൻ അതെല്ലാം തന്റെ ഹൃദയത്തിൽ തറഞ്ഞ കൂരമ്പുകൾ പോലെ വേദനാജനകമാണ്. എന്തുകൊണ്ടെന്നാൽ താൻ ഏറ്റവും ആരാധ്യൻ, ഇതാണ് കർണന്റെ വിചാരം. പരമാരാധ്യനായ താൻ പറയുന്ന കാര്യം എല്ലാവരും പാലിച്ചിരിക്കണം.